KCB ഡാമുകളുടെ പരമാവധി ജലനിരപ്പ് മുതൽ ഉള്ളിലേക്കുള്ള ഭൂമി ബഫർ സോൺ ആയി നിശ്ചയിക്കാൻ വൈദ്യുത ബോർഡ് നടപടി ആരംഭിച്ചു. ജലവിഭവ വകുപ്പ് മുമ്പ് പുറത്തിറക്കിയ ഉത്തരവ് KCB ഡാമുകളിലേക്കും വ്യാപിപ്പിക്കുന്ന തീരുമാനം ബോർഡിന്റെ പരിഗണനയിൽ ആണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു. നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. 26/12/2024 ജലവിഭവ വകുപ്പ് വിവാദ ഉത്തരവിറക്കിയത്. ജലവിഭവ വകുപ്പിന് കീഴിൽ വരുന്ന സംസ്ഥാനത്തെ ഡാമുകളുടെ പരമാവധി ജലനിരപ്പ് മുതൽ 120 മീറ്റർ ഉള്ളിലേക്ക് ബഫർ സോണായി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. ഇവിടങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് 2 കാറ്റഗറികളായി തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയായിരുന്നു ഉത്തരവ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഉത്തരവ് മരവിപ്പിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ അറിയിച്ചു. എന്നാൽ ജലവിഭവ വകുപ്പിന്റെ ഉത്തരവിന് സമാനമായി KCBയുടെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിലേക്കും ബഫർ സോൺ വ്യാപിപ്പിക്കുന്ന തീരുമാനം പരിഗണനയിലാണെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ അറിയിച്ചത്. അൻവർ സാദത്ത് MLAയുടെ ചോദ്യത്തിനായിരുന്നു മറുപടി. ഇത്തരം ഉത്തരവ് പുറത്തിറങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇടുക്കി ജില്ലയാണ്. KCBയുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ 59 ഡാമുകളിൽ 24 എണ്ണവും ഇടുക്കി ജില്ലയിലാണ്. 10,000 കുടുംബങ്ങളെ വൈദ്യുതി വകുപ്പിന്റെ ഉത്തരവ് ബാധിക്കും. നിരവധി സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, ടൗണുകൾ, സർക്കാർ ഓഫീസുകൾ ഇതൊക്കെ ഈ ബഫർ സോണിൻ്റെ പരിധിയിൽ വരാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെയൊന്നും ഭാവിയിൽ മറ്റൊരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നൊരു ഉത്തരവ് ഇറക്കിയാൽ ഈ പ്രദേശത്ത് താമസിച്ച് ജനങ്ങൾ എങ്ങോട്ട് പോകും? പരിശോധിക്കപ്പെടേണ്ട കാര്യമല്ലേ? അപ്പം ഈ ഉത്തരവ് അടിയന്തരമായി സർക്കാർ പിൻവലിക്കണം. ഇടുക്കി ജില്ലയിൽ 24 പഞ്ചായത്തുകളെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയെയും ഗുരുതരമായി ബാധിക്കുന്നൊരു ഉത്തരവാണ് ഈ ബഫർ സോൺ KCB ഡാമുകളിലേക്ക് ബാധകമാക്കി വരാൻ പോകുന്നത്. വൈദ്യുതി വകുപ്പ് ഉത്തരവ് പുറത്തിറങ്ങിയാൽ ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ തുടങ്ങിയ 3 ചെയിൻ മേഖലകളിലും കല്ലാർകുട്ടിയിലെ 10 ചെയിൻ മേഖലകളിലും പട്ടയം കാത്തിരിക്കുന്നവർക്ക് അവ ലഭിക്കില്ല. കൂടാതെ കട്ടപ്പന നഗരസഭാ പരിധിയെയും ഇരട്ടയാർ, നെടുങ്കണ്ടം, രാജാക്കാട്, ചാന്തൻപാറ, പള്ളിവാസൽ, മൂന്നാർ, വാഴത്തോപ്പ്, കഞ്ഞിക്കുളം, അറക്കുളം, മാങ്കുളം, പീരുമേട് തുടങ്ങി 23 പഞ്ചായത്തുകളിലും ബഫർ സോൺ മേഖലയിൽ നിർമ്മാണ നിരോധനം ഉണ്ടാകും. ഇടുക്കി ജില്ലയിൽ പട്ടയഭൂമിയിൽ നടത്തിയിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും അതാ സമയത്തെ റവന്യൂ വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും അനുമതിയോടെ നടത്തിയിട്ടുള്ളതാണ്. അതെങ്ങനെ ഇപ്പം ചട്ടം എങ്ങനെ ആകുന്നത്? അപ്പം ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ എങ്ങനെ ദുരിതരാക്കാമെന്നാണ് സർക്കാർ തീരുമാനിക്കുന്നത്. ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ടും ഇടുക്കിയിലെ നിർമ്മാണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടും സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം നേരത്തെ പരിഹരിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. പത്തനംതിട്ടയിൽ 13 ഡാമുകൾ, വയനാട് 8, കോഴിക്കോട് 7, മലപ്പുറം, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് മറ്റ് KCB നിയന്ത്രണത്തിലുള്ള ഡാമുകൾ. ഇവിടങ്ങളിലും ഉത്തരവ് ബാധകമാകും. ഡാമുകൾക്ക് ചുറ്റുമുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് NOC നൽകുന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ 2023 ജലവിഭവ വകുപ്പ് നിയോഗിച്ച 8-അംഗ സമിതിയുടെ റിപ്പോർട്ട് അതേപടി ഉത്തരവാക്കിയതാണ് വകുപ്പിന് സംഭവിച്ച വീഴ്ചയെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു. വിവാദ ഉത്തരവ് പിൻവലിച്ചതായി നിയമസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ച ദിവസം തന്നെയാണ് വൈദ്യുതി വകുപ്പ് വിവാദത്തിന് തിരികൊളുത്തിയത്. ന്യൂസ് മലയാളം, ഇടുക്കി.